ഹായ് ഫ്രണ്ട്സ്, മുട്ടക്കോസാണ് ഇത്. നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മുട്ടക്കോസിൻ്റെ മേളിലുള്ള തോട് ഇളക്കിയത് നമുക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നില്ല, അല്ലാതെ ഇട്ട് കൊടുത്തിട്ടും അത് കഴിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്, തീറ്റയിൽ കൂടെ കലർന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിന് സാധാരണ കൊടുക്കുന്നത് ലെയർ മാഷും ലെയർ പെല്ലറ്റും കൂടി മിക്സ് ചെയ്താണ് അതിന് കൊടുക്കുന്നത്, നനച്ച്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഈ മുട്ടക്കോസ് ഇട്ടപ്പം നനയ്ക്കേണ്ട ആവശ്യത്തിൽ ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ഇത് അതിനകത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഞങ്ങൾ ഈ കോഴിയെ വളർത്തുന്നത് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഒരു 2-2.5 കിലോ ഒക്കെ വെയിറ്റ് വരുമ്പം അതിന് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോഴികൾ. ഇതൊക്കെ ഇച്ചിരി വളർന്നിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടത്തിൽ കിടക്കുമ്പം ഞെരിഞ്ഞ് ചത്തുപോകും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇതിന്ന് കുറച്ച് കോഴികളെ പിടിച്ച് വേറൊരു കൂട്ടിലോട്ടാക്കി. വലിയൊരു ഷെഡായിട്ട് പോലും നമ്മൾ തീറ്റിയിട്ട് കൊടുക്കാൻ വരുമ്പോൾ എല്ലാം കൂടെ മേലെ കയറി ഇങ്ങനെ ചാടി മറിയും, തീറ്റയ്ക്കും വേണ്ടിയിട്ട് വെപ്രാളം കാണിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ മേലെ കയറി ചവിട്ടുമ്പം വേറെ താഴെ കിടക്കുന്ന കോഴികൾ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറെ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് കോഴികളിട്ട് വളർത്തുന്നവർ കുറച്ച് മാറ്റിയിട്ട് വളർത്തണേ. ആ ഷെഡിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് കോഴികളെ ഇതിനകത്തും കൂടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന വെള്ള പൂവിനെയൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കോസ് നമ്മൾ ചായച്ചതൊക്കെ നല്ലതുപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ. അല്ലാതെ കൊടുക്കുമ്പോൾ ഇത് മൊത്തം തിന്നാതെ ചേനങ്ങ് തട്ടി ചവിട്ടി തേച്ചങ്ങ് കളയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സിയിലൊന്ന് ചതച്ച് കൊടുത്ത് നോക്കിയതാണ്. കഴിക്കുന്നത് ഏകദേശം 1 കിലോ അടുപ്പിച്ച് വെയിറ്റും ആയിട്ടുണ്ട് കേട്ടോ. ഗ്രാമശ്രീ പെടുന്ന കോഴികളാണിത്. മാറ്റിയത് കൊണ്ടാണ് കേട്ടോ കുറവ് കണക്ക് തോന്നുന്നത്. എല്ലാം കൂടെ കിടന്ന് ഞെരുങ്ങും. ഈ തീറ്റിട്ട് കൊടുക്കാൻ നേരത്ത് ചാടി എല്ലാം കൂടെ മേളിൽ ചാടി കയറും. അങ്ങനെ കുറച്ച് മാറ്റിയിട്ടതാണ്. മുട്ടക്കോസ് മാത്രമല്ല കേട്ടോ, പച്ചക്കറികളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേവിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. വേവിച്ച് കൊടുത്താൽ ഈ കോഴികളൊക്കെ ഇതെല്ലാം തിന്നും കേട്ടോ. മേലാമുറി പോയി കഴിഞ്ഞാൽ കുറേ പച്ചക്കറി വേസ്റ്റും അതുപോലെ മുട്ടക്കോസിൻ്റെ ഇതൊക്കെ കിട്ടും. അതൊക്കെ അവർ വേസ്റ്റിൽ കളയുന്നതാണ്. അതൊക്കെ നമുക്ക് അവർ വെറുതെ തരും കേട്ടോ. നമുക്ക് പോയി എടുത്തുകൊണ്ട് വന്ന കോഴികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സ് അടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ കിട്ടും. ആപ്പിള്, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഉണ്ടാവും. പപ്പായ, തണ്ണിമത്തൻ, ഷമാമ്, മുന്തിരി. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റൊക്കെ കൊടുത്താൽ നമുക്ക് തീറ്റ ചിലവും കൂടെ കുറച്ച് കുറഞ്ഞ് കിട്ടുമേ. അപ്പോൾ ഈ കോഴി അടയിരിക്കുന്ന കോഴിയാണ്. അടയിരിഞ്ഞ് വിരിയിപ്പിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.